വിജയകുമാറിനെ തട്ടുക മാത്രമല്ല, വസ്ത്രമുരിഞ്ഞ് നാണം കെടുത്തുവാനും അമിതിനെ പ്രേരിപ്പിച്ച ആ സത്യമെന്ത്? തിരുവാതുക്കലിൽ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ ഡോക്ടർ മീരയും കൊല്ലപ്പെട്ട സംഭവത്തിൽ മുൻ വീട്ടുജോലിക്കാരൻ അസം സ്വദേശി അമിത് ഉറാങ്ങിന്റെ മൊഴിയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വൈരാഗ്യത്തിന്റെ കഥ എന്ന് പോലീസ്. തന്റെ കുടുംബത്തെ തകർത്തതിലുള്ള അടങ്ങാത്ത പ്രതികാരമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് അമിത് പോലീസിനോട് പറഞ്ഞു. പല്ല് കടിച്ചുകൊണ്ടാണത്രേ അമിത് പോലീസിനോട് കാര്യങ്ങൾ വിവരിച്ചത്. മൊഴി നൽകുന്നതിനിടെ വിജയൻ വിജയൻ എന്ന് പലതവണ അലറി വിളിച്ചുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിജയകുമാർ മോഷണക്കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യിച്ചതാണ് പകയുടെ തുടക്കമെന്ന് അമിത് പറഞ്ഞു പോലും. എത്ര തവണ പറഞ്ഞിട്ടും കേസ് പിൻവലിക്കുവാൻ വിജയകുമാർ തയ്യാറായില്ല പോലും. താൻ ജയിലിൽ പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു എന്നും ഏറെക്കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു തങ്ങൾ വിവാഹം കഴിച്ചതെന്നും ജയിലിലായിരുന്ന സമയം ഭാര്യയുടെ ഗർഭം അലസിപ്പോയി എന്നും പിറ്റേന്ന് നാട്ടുകാർ കൊലപാതക വിവരം അറിയുമെന്ന് അറിയാമായിരുന്നു. ആളുകൾ വിജയനെ മോശമായി കാണട്ടെ എന്ന് കരുതി മാത്രമാണ് വിവസ്ത്രനാക്കിയതെന്നും അമിത് പോലീസിനോട് പറഞ്ഞു. വിജയകുമാറിനെ മാത്രം കൊലപ്പെടുത്തുക എന്നതായിരുന്നു തന്റെ ലക്ഷ്യം. എന്നാൽ ആരാ എന്ന് ചോദിച്ചു ഭാര്യ ഡോക്ടർ മീര വന്നപ്പോൾ തന്നെ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കി ഇതോടെയാണ് മീരയെയും കൊലപ്പെടുത്തിയത്. വിജയ എന്ന് വിളിച്ചുകൊണ്ടാണത്രേ വിജയകുമാറിനെ കൊലപ്പെടുത്തിയത്. ഈ ശബ്ദം കേട്ടാണ് മീര പുറത്തേക്ക് എത്തിയതെന്നും അമിത് പറഞ്ഞു. അടിമയോട് പെരുമാറുന്നത് പോലെയായിരുന്നു തന്നോട് വിജയകുമാർ പെരുമാറിയിരുന്നത്. പലതവണ ശമ്പളം ചോദിച്ചിട്ടും നൽകാതിരുന്നതിനാലാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചത്. പണം നൽകാമെന്ന് പറഞ്ഞിട്ടും വിജയകുമാർ കേസ് പിൻവലിക്കുവാൻ തയ്യാറായില്ല അത്രേ. വിജയകുമാറിന്റെ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടത് ഭാര്യയായിരുന്നു. തന്നെ മുൻപരിചയമുള്ളതിനാൽ വീട്ടിലെ വളർത്തുനായ കുരയ്ക്കില്ലെന്ന് അറിയാമായിരുന്നു. എങ്കിലും വീട്ടുവളപ്പിനുള്ളിൽ കയറിയ ഉടനെ തന്നെ നായയുടെ അടുത്തെത്തി കയ്യിൽ കരുതിയ പലഹാരം നൽകിയെന്നും അമിത് പോലീസിനോട് പറഞ്ഞു. വിജയകുമാറിനെയും ഭാര്യ ഡോക്ടർ മീരയെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമിതിന് വിജയകുമാർ വിളിച്ച് ജോലി നൽകുകയായിരുന്നു എന്ന് പോലീസ്. ഒന്നും കാണാതെ വിജയകുമാർ വിളിച്ച് വീട്ടിൽ കയറ്റില്ല. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. 2024 ഫെബ്രുവരിയിലാണ് അമിതും ഭാര്യയും കോട്ടയത്തെത്തിയത്. ഇവർ താമസിച്ചത് വിജയകുമാറിന്റെ കോട്ടയത്തെ ഒരു ലോഡ്ജിലായിരുന്നു. കട്ടപ്പനയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയാണ് കോട്ടയത്തെത്തിയത്. ബംഗളൂരുവിലേക്ക് ടിക്കറ്റ് കിട്ടാതെ വന്നപ്പോഴാണ് ഇവർ ലോഡ്ജിൽ അന്ന് മുറിയെടുത്തത്. ഇവരുടെ അവസ്ഥയറിഞ്ഞ വിജയകുമാർ ജോലി നൽകാമെന്ന് അങ്ങോട്ട് പറയുകയായിരുന്നു. ഇവർ ആരെന്നത് സംബന്ധിച്ച് ഒരു പരിശോധനയും വിജയകുമാർ നടത്തിയിരുന്നില്ല പോലും. മോഷണക്കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന്റെ പിറ്റേന്ന് തന്നെ അമിത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. 3 ദിവസം കോട്ടയത്ത് ചെലവഴിച്ചു. പിന്നീട് ഇടുക്കി ജില്ലയിലെ ഹോട്ടലിൽ ജോലി ചെയ്തു. മോഷണക്കേസിൽ ജയിലിൽ കഴിയുമ്പോൾ തന്നെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നതിനാൽ വ്യവസ്ഥകളോടെ ആയിരുന്നില്ല കോടതി ജാമ്യം നൽകിയത്. 5.5 മാസത്തോളം റിമാൻഡിലും കഴിഞ്ഞു. പിടികൂടുമ്പോൾ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നത് പ്രതി പിന്നീട് ജോലി ചെയ്തുണ്ടാക്കിയ പണമാണെന്നാണ് പോലീസ് പറയുന്നത്. തോട്ടിൽ നിന്നും കണ്ടെടുത്ത DVR കോടതിക്ക് കൈമാറും. തുടർന്ന് കോടതിയുടെ അനുമതിയോടെ ഫോറൻസിക് പരിശോധനയ്ക്കും അയക്കും. അറസ്റ്റിലായ അമിത് ഉറാങ്ങിനെ അന്വേഷക സംഘം വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി. ഇയാളെ മെയ് 8 വരെ കോട്ടയം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ 3 റിമാൻഡ് ചെയ്തു. ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം വൻ സുരക്ഷയിലായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. കൃത്യം നടത്താനെത്തിയ പ്രതി അമിത് മുറിയെടുത്ത് താമസിച്ചിരുന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ലോഡ്ജിൽ രാവിലെ എത്തിച്ച് തെളിവെടുത്തു. പ്രാഥമികഘട്ട പരിശോധനകളെല്ലാം ഉച്ചയോടെ അന്വേഷക സംഘം പൂർത്തിയാക്കിയിരുന്നു. പ്രതിയെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും പരിശോധനയും നടത്താൻ വെള്ളിയാഴ്ച തന്നെ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ ലഭിക്കുന്നത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൊല നടത്തിയ ശേഷം രക്ഷപ്പെട്ട ബസ് സ്റ്റാൻഡിലും ഒടുവിൽ കഴിഞ്ഞ തൃശൂർ മാളയിലെ കോഴി ഫാമിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിജയകുമാറിന്റെയും ഭാര്യയുടെയും സംസ്കാരം നാളെ ഞായറാഴ്ച നടക്കും. വിദേശത്തായിരുന്ന മകൾ എത്തിയിട്ടുണ്ട്. വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം. രാവിലെ 8 മണി മുതൽ 9 മണി വരെ മൃതദേഹങ്ങൾ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. വിജയകുമാർ സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിൽ വളരെയേറെ തൽപരനായിരുന്നു എന്ന് വിജയകുമാറിന്റെ വഞ്ചന മൂലം സൗദി ജയിലിലായ എറണാകുളം സ്വദേശി ഗ്രിഗോറിയോസ് വർഗീസ് ITV ന്യൂസിനോട് വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ITV ന്യൂസ് ഇന്ന് വൈകിട്ട് സംപ്രേഷണം ചെയ്യുന്നതാണ്. അമിത് ഉറാങ് വിജയകുമാറിനെ മൃഗീയമായി കൊല്ലുക മാത്രമല്ല, വിവസ്ത്രനാക്കി ജനനേന്ദ്രിയം പുറത്തെടുത്തിടണമെങ്കിൽ, അത്രയും വക ഉണ്ടാകണമെങ്കിൽ ആ കാരണം ചെറുതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ITV ന്യൂസ് നൽകിയ വാർത്തകൾ കണ്ട പ്രേക്ഷകരുടെ പ്രതികരണം കേൾക്കുക. ഞാൻ തോമസ് ആണ്. കോട്ടയത്തെ ആ സാർ ഇതിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേ ഞാനത് കേട്ടു. സാർ പറഞ്ഞ 100%
കറക്റ്റായിട്ട് വരുന്നത്. അതുപോലെ എന്നെ ഇത് കേട്ടപ്പോൾ തോന്നിയൊരു സംശയം, ഇവന് ഓട്ടോ കാരനോട് പറയുന്നല്ലോ ഞാൻ ഒരുവനെ മാത്രമേ ഉള്ളെന്ന്. അതവിടെ പറയേണ്ട കാര്യമില്ല, കാര്യം അവൻ ഒരുത്തനാണല്ലോ ഓട്ടോയിൽ അവിടെ ഒന്ന് നിൽക്കുന്നത്. അപ്പം അത് പുറത്ത് വരുമ്പം വേറെ ആരുമില്ല, ഇവൻ മാത്രമാണിത് ചെയ്തതെന്ന് തെളിയിക്കാനാണ് ആ ഓട്ടോക്കാരനോട് അവൻ അങ്ങനെ പറയുന്നത്, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളെന്ന്. അതെ 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 അല്ലേ സാർ? അത് സംസാരിച്ചപ്പോൾ ഈ ഓവർ ബുദ്ധി പല സ്ഥലങ്ങളിലും കാണിച്ചിട്ടുണ്ട്, ഓവർ ഇന്റലിജൻസ് പല സ്ഥലങ്ങളിലും കാണിച്ചിട്ടുണ്ട്. അതെ, കറക്റ്റ്. അത് കാര്യം ഒരാൾ ഓട്ടോയിലെടുത്ത് വരുമ്പം അയാൾ ഒറ്റയ്ക്കാണെന്നുള്ളത് പിന്നെ ഒരാളെ ഉള്ളൂ എന്ന് അവിടെ പ്രസക്തമായി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ. ഇല്ല, പിന്നെ അത് മാത്രമല്ല, ശ്രദ്ധിച്ചോ, അവൻ മുഖം മാസ്ക് ചെയ്തിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5 രൂപ കൊടുത്തൊരു മാസ്ക് മേടിച്ചിട്ടാണെങ്കിലും അതെ ഐഡന്റിഫൈ ചെയ്യുന്നൊരു ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവനൊരു 5 രൂപ മേടിച്ചിട്ടൊരു കറുത്ത മാസ്ക് മേടിച്ചിട്ടാണെങ്കിലും അവൻ മുഖം മാസ്ക് ചെയ്തേനെയും. ഇവൻ അവന്റെ മുഖം പോലും മാസ്ക് ചെയ്തിട്ടില്ല. അവന് ചെറുതായിട്ടൊന്ന് പാളി നോക്കുന്നുണ്ട് ആ ക്യാമറയിലോട്ട്. കറക്റ്റ് അതാ ATM-ന്റെ അല്ലെ, അത് ഉറപ്പായിട്ട് അത് ഫങ്ഷനിങ് CCTV ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ്. അതെ, കാര്യം അവനെ വേറെ ആരുടെയും പിന്നാലെ പോണ്ട, ഞാൻ മാത്രമാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പിക്കാനാണ് ആ വാക്ക് അവിടെ അവൻ ഉപയോഗിക്കുന്നത്. അതെ. അതുപോലെ എനിക്കൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഇവരുടെ നേരത്തെ മോൻ മരിച്ചതേ ഇതിന്റെ പിന്നാലെ മറ്റേ പുള്ളി പോകാഞ്ഞിരുന്നതും ഈ അവസാനം ചെന്ന് എത്തുന്നത് ഇയാളുടെ ഏതെങ്കിലും ബിസിനസ് മണ്ഡലവുമായി ബന്ധപ്പെട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം പുള്ളി അത് അവിടെ ക്ലോസ് ചെയ്തത്, ജനത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു CBI അന്വേഷണം വേണമെന്നും പറഞ്ഞ് കൊടുത്തങ്ങ് അവസാനിപ്പിക്കുമായിരുന്നു തോന്നുന്നത്. ഞാൻ ഇപ്പോഴത് കേട്ടത് സാറിൻ്റെ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു വാക്ക് തന്നെ പെട്ടെന്ന് ഇത് ചെയ്തു. കാര്യം അവൻ ഒരാളെ ഉള്ളൂ എന്ന് അവിടെ പറയേണ്ട യാതൊരു കാര്യം ഇല്ലല്ലോ അവിടെ. അപ്പൊ തന്നെ ആ വാക്കിൽ നിന്ന് തന്നെ പോലീസുകാർക്ക് അവരതിന്റെ പിന്നാലെ പോത്തൊന്നുമില്ലായിരിക്കും. നമ്മുടെ ഈ വിജയകുമാറിനെ സംബന്ധിച്ച് അമിത് എന്ന് പറയുന്നവൻ ഒന്നുമല്ല ഫിസിക്കലി പറയാൻ. കാരണം ഞാനിപ്പോഴും ഓർത്തു വന്നാണ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി സൗദിയിൽ വെച്ച്. ഇദ്ദേഹം ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് 8 മണിക്കാണ് ഷോപ്പ് ക്ലോസ് ചെയ്യണത്. അത് അവിടുത്തെ ഈ പ്രയറിന്റെ അനുസരിച്ചിരിക്കും. ലാസ്റ്റ് പ്രയർ കഴിഞ്ഞിട്ട് ആണ് ഷോപ്പ് ക്ലോസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പുള്ളി ക്യാഷുമായിട്ട് പോകുമ്പോൾ പുള്ളിയിൽ ചെറിയൊരു ബാഗ് ഉണ്ടാവും. അങ്ങനെ ക്യാഷ് ബാഗില്ല, പുള്ളി ക്യാഷ് അങ്ങനെ ബാഗിലൊന്നും കൊണ്ട് പാൻറ്റിൻ്റെ പോക്കറ്റിൽ തന്നെ കിടന്നു. ക്യാഷൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ അവിടുത്തെ ലോക്കൽസ് ഉണ്ട്, ഈ കണ്ട പിടിച്ചുപറിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഈ അറബികൾ, അത് ഈ കറമ്പന്മാരെന്ന് പറയും. അതായത് ഈ കറുത്തിരിക്കും അവന്മാരെ കാണാൻ നൈജീരിയക്കാരെ പോലെ ഇരിക്കും. അവന്മാർ പഠിക്കൊന്നും പോലെ അവന്മാരിങ്ങനെ പിടിച്ചുപറി, മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കുക, ആരെങ്കിലും ഒറ്റയ്ക്ക് പോലെ പിടിച്ചുപറിയാണ് അവരുടെ മെയിൻ ഇത്. അവർക്ക് അങ്ങനെ വീടൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ കള്ളു പിടിച്ചിങ്ങനെ നടക്കുക. ഒരു കള്ളുപിടി അല്ലെങ്കിലും ഇവരിങ്ങനെ പിടിച്ചുപറിയാണ് ഇവരുടെ മെയിൻ ഹോബി. അങ്ങനെ നടക്കുന്ന ഈ തല തിരിഞ്ഞ് നടക്കുന്ന കുറേ അറബി യുവാക്കളുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ സ്ഥിരം വാച്ച് ചെയ്ത് ഇവരിങ്ങനെ എനിക്കൊരിക്കൽ എന്നെ ഉണ്ട്, പക്ഷേ എൻ്റെ ഇതൊന്നും പോയിട്ടില്ല. ഇങ്ങനെ പുള്ളിയുടെ പുള്ളി ഇങ്ങനെ ഓഫീസിലേക്ക് കടയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ പുള്ളി ഇവർ സെക്കൻഡ് ഫ്ലോറിലാണോ തേർഡ് ഫ്ലോറിലാണോ സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളി വണ്ടി കൊണ്ടിടുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഫ്ലാറ്റിൽ ലിഫ്റ്റ് കയറി ചെല്ലുമ്പോഴാണ് അവിടെ മറിഞ്ഞിരുന്നവർ 2-3 പേര് കൂടി ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യണത്. അറ്റാക്ക് ചെയ്തിട്ട് പുള്ളി അവിടെ നിന്ന് മറിച്ചടിച്ചു. പക്ഷെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോയിട്ടില്ല. പുള്ളി അവിടുന്ന് ഇവരെ മറിച്ച് വീഴിച്ചിട്ട് പുള്ളി ചാടി ഫ്ലാറ്റിൽ കയറി. ഞങ്ങളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പുള്ളി പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ഒരു കാരണവശാലും പൈസ എന്ന് പറഞ്ഞാൽ പുള്ളിയിൽ നിന്ന് പോകത്തില്ല. പുള്ളി അത്രയ്ക്ക് ആള് സ്ട്രോങ് ആണ്, ബോഡി സ്ട്രോങ് ആണ്. ഈ അമിത് എന്ന് പറയുന്നതിന് പുള്ളിക്ക് ഒരു വിരലെടുത്ത് തൂക്കി എറിയാനുള്ളതേ ഉള്ളൂ. നമ്മൾ മറ്റ് ചാനലുകളൊക്കെ വാർത്തകളിൽ നിന്ന് കേട്ടെടുത്തോളും ഓട്ടോറിക്ഷക്കാരൻ്റെ അഭിപ്രായത്തിൽ കണ്ട ബോഡി സൈസ് വെച്ചൊക്കെ പറയുമ്പോൾ വിജയകുമാറിനെ സംബന്ധിച്ച് അമിത് ഒന്നുമല്ല, എത്ര ഇതൊന്നും അമിത്തിനെ കൊണ്ടൊന്നും ഒറ്റയ്ക്കൊന്നും പുള്ളിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കഴിയുന്നത്ര നേരത്തെ പണം ഉണ്ടാക്കി നടുവിടുക എന്നായിരുന്നു പുള്ളി ഇതുണ്ടായിരുന്നത്. അങ്ങനെ അതിനകത്തൊന്നും നമുക്കൊന്നും നീതിയൊന്നും കിട്ടിയില്ല. പിന്നെ അല്ലാതെ പുള്ളി ഒത്തിരി ഈ പുള്ളിയല്ല ചെയ്തിരുന്നത്, മുഴുവൻ ചെയ്ത് ഗോപി എന്ന് പറയുന്നത് തൃശ്ശൂർകാരൻ മാളക്കാരൻ ഒരുത്തൻ ഗോപിയുണ്ട്. പുള്ളി അതിനെല്ലാം എല്ലാത്തിനും ഗോപിക്ക് അനുവാദമാണ്. ഗോപി വീട്ടിലെ പണിയൊന്നുമല്ല, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് ഗോപി. ഇത് ഒത്തിരി ഹീനമായ ഈ ബിസിനസ്സിൽ ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു വെയർ ഹൗസ്, അതിൻ്റെ മേളിലൊരു 6-7 ഫ്ലോറിൽ അക്കോമഡേഷനാണ്, ഫാമിലി അക്കോമഡേഷനാണ്. ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്ന മുളക് പൊടി പ്രശാന്തി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിന്റെ പേര്. കാരണം പുള്ളി സായിബാബയുടെ വലിയൊരു ഭക്തരാണ്. അപ്പോൾ ഈ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ അട്ടി വെച്ചേക്കണം. അപ്പോൾ ഒരു 250 ചാക്ക് മുളക് പൊടികളുണ്ട്.
ഈ മുളക് പൊടിക്ക് വെച്ചാൽ ഈ നാട്ടിൽ നിന്ന് വരുന്ന മുളക് പൊടി വളരെ ചെറിയ, നമ്മൾ ഈ ദുബായിൽ നിന്ന് വരുന്ന മിക്സിങ് വരുന്ന ഇത് കാര്യം മുളക് പൊടി ഭയങ്കര വിലയാണ്. പക്ഷേ കുറച്ച് ആളുകൾ സ്ഥിരം ഇത് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, അതിനുവേണ്ടി ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ മേളിൽ ഈ ഡ്രെയിനേജ് കംപ്ലീറ്റ് ഈജിപ്ഷ്യൻസും ഇന്ത്യക്കാരും വളരെ ചുരുക്കമാണ്, ഈജിപ്ഷ്യൻ സുഡാനികളൊക്കെയാണ് ആ മേളിൽ താമസിക്കുന്നത്. അവർ അതിൻ്റെ മെയിൻ ഡ്രെയിനേജ് പൊട്ടി, ഈ ക്ലോസറ്റ് അതായത് ഡ്രെയിനേജ് പൊട്ടി ആ വെള്ളം മുഴുവൻ ഈ മുളക് പൊടിയുടെ മേലെ ഇങ്ങനെ ഒരു ദിവസം വരുമ്പോൾ ഒരു ഇവിടെ വീക്കെൻഡ് ഫ്രൈഡേ ആണല്ലോ, വ്യാഴാഴ്ച ശനിയാഴ്ച രാവിലെ ഒന്ന് തുറക്കുമ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഈ ഡ്രെയിനേജ് പൈപ്പ് പൊട്ടിയിട്ട് ഈ മുളക് പൊടിയുടെ മീതെ, മുളക് പൊടി ഇതെല്ലാം മറ്റു സാധനങ്ങളൊക്കെ പുറകെ മേളിൽ കൂടെ ഡ്രെയിനേജ് വെള്ളം ചാടി നനഞ്ഞു കിടക്കുകയാണ്. ഈ ഗോപി അത് ഒരു ചാക്ക് പോലും നഷ്ടപ്പെടുത്തില്ല എന്നുള്ളത്, കംപ്ലീറ്റ് ചാക്കും. അത് അവിടുത്തെ വലതിയ മീൻസ് എന്ന് പറഞ്ഞാൽ അറബി പറഞ്ഞതാണ് വലതിയ, മുനിസിപ്പാലിറ്റിക്കാണ് വലതിയ എന്ന് പറഞ്ഞത്. മുനിസിപ്പാലിറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരപ്പോൾ സീൽ ചെയ്യും. പക്ഷേ ഗോപി അത് വളരെ തന്ത്രപരമായിട്ട് അത് ഈ ഗോഡൗണിനകത്ത് തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് മുളക് പൊടി അത് പൊട്ടിച്ചിട്ട് നിരത്തി ഉണക്കി വീണ്ടും പാക്ക് ചെയ്ത് കൊടുത്തു. പുള്ളി അതിനെല്ലാം സപ്പോർട്ടാണ്. അതുപോലെ എക്സ്പയറായ സാധനങ്ങൾ ഡേറ്റ് മാറ്റി കൊടുക്കുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഗോപിയാണ് ചെയ്യുന്നത്. പുള്ളി എല്ലാം മൗന അനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.